പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി നടപ്പാക്കുക. ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരം ജനങ്ങൾ, അനന്തപുരിയിലെ ജനങ്ങൾ നൽകിയ ഈ അവസരം ശരിയായ നിലയിൽ എങ്ങനെയാണ് ഭരിക്കേണ്ടത്? കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടു ഒരു ദുർഭരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സൽഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞങ്ങൾ 5 വർഷം കൊണ്ട് ഉറപ്പാക്കും. കേരളത്തിന് തന്നെ ഇതൊരു മാതൃകയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മിഷൻ കേരളയാണ്. കാരണം ഇരു മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായ ജനവികാരം സംസ്ഥാനത്തുണ്ട്. BJP ആണെങ്കിൽ വലിയ പ്രതീക്ഷ, ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ ധാരാളം ആളുകൾ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഉത്തരവാദിത്വത്തോടെ, വിനയത്തോടെ കൂടുതൽ ജനങ്ങളിലേക്ക് സമീപിച്ച് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, ഒരു മൂന്നാം ബദൽ ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ പൂവണിയിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന ഭാരവാഹികളുടെ യോഗത്തിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെയും ചർച്ച ചെയ്തത്. കേരളത്തെ എല്ലാവരും ഉറ്റുനോക്കുന്നു. കേരളത്തിലുണ്ടാകുന്ന വിജയം രാജ്യമാസകലം ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. ആ പ്രതീക്ഷ ഞങ്ങൾ പുലർത്തുമെന്നുള്ളത് തന്നെയാണ്. സർപ്രൈസ് ഉണ്ടോ? അതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കേരളത്തിൽ കൂടുതൽ ജനങ്ങൾ, ജനപിന്തുണയുള്ളവർ BJP യിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.